ഭദ്രേ നാരായണ. അമ്മേ ദേവി സർവമംഗളമാക്കണേ. ദേവി അമ്മേ നാരായണ. ദേവി കൈ നീട്ടിക്കോളൂ. അമ്മേ നാരായണ. ദേവി നാരായണ. തിരുമേനി ആ താലം തന്നോളൂ. ആരുടെ പേരില അർച്ചന? പാദത്തിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ചാ മതി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഇതുവരെ നന്ദിനിയോട് പോരാടിയവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അവളെ ഇല്ലാതാക്കുമെന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നന്ദിനിയുടെ ദൃഷ്ടി ഇനിയും എന്റെ കുടുംബത്തിന്റെ മേൽ പതിയരുത്. അവളെ ഇല്ലാതാക്കാൻ അമ്മ തന്നെ ഒരു വഴി കാട്ടിത്തരണം. അമ്മേ ശരണം. ദേവി ശരണം. ഹരേ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ. ദേവി നാരായണ. ലക്ഷ്മി നാരായണ. കുടുംബത്തിലെ ദോഷങ്ങളെല്ലാം മാറി എല്ലാം മംഗളമാകട്ടെ. അമ്മ മോളെ അനുഗ്രഹിക്കും. ഗംഗേ, നിൽക്ക്. ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ നിനക്ക് തുണയാകുന്നതാണ്. എന്നാൽ ന്യായത്തിന് വേണ്ടി പോരാടുന്ന നന്ദിനിയെ നശിപ്പിക്കണമെന്നല്ലേ നീ ഇപ്പൊ പ്രാർത്ഥിച്ചത്? ഒരിക്കലും നിന്റെ ഈ പ്രാർത്ഥന സർവപ്രപഞ്ചത്തിലുമുള്ള ഈശ്വരന്മാരാരും കേൾക്കാൻ പോകുന്നില്ല മോളെ. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് ശരിയാ. എന്റെ കുടുംബത്തിന് നന്മ വരാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് ശരിയാ. അതുകൊണ്ടൊക്കെ തന്നെ അമ്മയെ ബഹുമാനത്തോടെ കണ്ടിരുന്നേ. പക്ഷെ എപ്പോ നിങ്ങൾ നന്ദിനിയുടെ ഭാഗത്ത് ചേർന്ന് അവളെ സഹായിക്കാൻ തുടങ്ങിയോ അപ്പൊ തന്നെ നിങ്ങളോടുണ്ടായിരുന്ന ബഹുമാനമൊക്കെ പോയി. ഇനി എന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കരുത്. ഇനി എന്റെ മുന്നിൽ വന്ന് നന്ദിനിയെ അനുകൂലിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുകയും അരുത്. അവളുടെ നാശത്തിന് വേണ്ടി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നേ. ഗംഗേ, നന്ദിനിയെ നീ തെറ്റിദ്ധരിച്ചിരിക്കുക മോളെ. അതുകൊണ്ടാ നീ ഇത്ര വെറുപ്പോടെ സംസാരിക്കുന്നത്. നീ മണികണ്ഠന്റെ മകളായി ആ കൊട്ടാരത്തിലെ മരുമകളായി ജീവിച്ചാൽ മാത്രം മതിയെന്നല്ലേ കരുതുന്നത്? എന്നാൽ നീ അറിഞ്ഞിരിക്കേണ്ടതായ മറ്റൊരു സത്യം കൂടിയുണ്ട് ഗംഗേ. എന്താ നിങ്ങക്ക് പറയാനുള്ളേ? ഞാൻ കേട്ടുമടുത്ത രക്തബന്ധത്തിന്റെ കഥയല്ലേ പറയാൻ വരുന്നേ? ആ നന്ദിനി എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് അറിഞ്ഞതും നിങ്ങൾ മധ്യസ്ഥം പറയാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ. ഞാൻ മരണം വരെ അവളെ വിശ്വസിക്കില്ലെന്ന് നിങ്ങൾ നന്ദിനിയോട് പോയി പറഞ്ഞേക്ക. ഗംഗേ, നന്ദിനിയോട് നിനക്കുള്ള ഈ ദേഷ്യം നിന്റെ കാഴ്ച മറച്ചിരിക്കുക. പക്ഷെ സത്യത്തെ ഒളിപ്പിക്കാൻ ആർക്കും ഏറെ നാൾ കഴിയില്ല മോളെ. ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേൾക്ക്. അപ്പോൾ സത്യം എന്തെന്ന് നിനക്ക് തന്നെ മനസ്സിലാകും. എനിക്ക് ഇതിൽ കൂടുതൽ ഇനി മറ്റൊന്നും അറിയേണ്ടതില്ല. എന്നെ വെറുതെ വിട്. നീ അത് അറിഞ്ഞേ മതിയാകൂ. എനിക്കത് നിന്നോട് പറഞ്ഞു പറ്റൂ. ഈ അമ്പലത്തിൽ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? ഞാൻ പറയുന്നത് കേൾക്കുമോളെ. അമ്പലത്തിൽ തൊഴാൻ വന്നവരെല്ലാം ശ്രദ്ധിക്കുന്നത് നീ കണ്ടില്ലേ? ഇവിടെ വെച്ച് ആ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നീ എന്റെ കൂടെ വാ മോളെ. എനിക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. നിങ്ങൾ എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കരുതമ്മേ. ഒരിക്കലും അമ്മയെ എതിർക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാ അമ്മ ഇപ്പൊ നന്ദിനിക്ക് ചെയ്യുന്ന സഹായങ്ങളാണ് എനിക്ക് പരാതി. ഞാൻ അമ്മയുടെ കൂടെ ഒരിടത്തേക്കും വരാൻ പോകുന്നില്ല. ഗംഗേ, മോൾ എല്ലാ സത്യങ്ങളും ഇന്ന് മനസ്സിലാക്കിയേ പറ്റൂ. അതല്ലെങ്കിൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കും. അതിനുള്ള അവസരം ഞാനായിട്ടുണ്ടാക്കില്ല. നീ എന്റെ കൂടെ വരണം. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. വരാനല്ലേ പറഞ്ഞത്? ഞാൻ വരില്ല. വാ ഗംഗേ. പറഞ്ഞത് എനിക്ക് സംസാരിക്കണം. എന്റെ കൂടെ വന്നേ പറ്റൂ. ഗംഗേ, വരാൻ. ഇവർക്ക് വഴക്കുണ്ടാക്കണമെങ്കിൽ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയാൽ മതി. എന്താ ഇത്? എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇവരെന്തിനാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഈ സ്ത്രീ
നന്ദിയെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ആരായിരുന്നത്? ആരാ ഗോപാല ഈ പെണ്ണുമ്പിള്ള? എന്താ മോളെ, എന്താ പ്രശ്നം? എന്തിനാ മോളെ ഇവരെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നേ? എന്തിനാ വെറുതെ ഇവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? നിങ്ങളോടാ ചോദിക്കുന്നത്. ആരാ നിങ്ങള്? ആരെയെ കൊച്ചു? എങ്ങോട്ടാ നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു വന്നേ? ഇവൾ എന്റെ മോളാണ്. കുടുംബത്തിൽ നിന്നൊരു വഴക്കിട്ട് വീട്ടിൽ നിന്ന് പോന്നതാ. അതാ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നേ. അല്ലേ ചേച്ചി, അവരുടെ മോളാണോ നിങ്ങള്? കുടുംബ പ്രശ്നം തീർക്കുന്ന സ്ഥലം ഇത്? അവര് പറയുന്നതൊക്കെ സത്യമാണോ? അല്ല, ഇവരാരാണെന്ന് തന്നെ എനിക്കറിയില്ല. ഇവരെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല. ആവശ്യമില്ലാതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാണ് ഇവര്. എന്താ ഇത്? ആ കൊച്ചു നിങ്ങളെ അറിയില്ലെന്ന് പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ ഏതാ? എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞത് നുണയല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇവര് മനഃപൂർവ്വം ഇവിടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. എന്നെ എങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ട് പോവാ. ഇവര് വേഗം ഇവിടുന്ന് പറഞ്ഞയക്കുക. ഇതൊരു അമ്പലമാ. ഇവിടെ വന്നു നിന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. ഒരു പരിചയമില്ലാത്തൊരു പെങ്കുച്ചിനെ നിങ്ങൾ നിർബന്ധിച്ച് എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ആ കൊച്ചിനെ നിർബന്ധിക്കാതെ പോകാൻ നോക്ക്. എന്തിനാ പിന്നെ നിൽക്കുന്നേ? മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിച്ച് പിടിച്ചു കൊടുക്കും. പറഞ്ഞാ മനസ്സിലായില്ലേ? പോ. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ പോലീസിനെ വിളിക്കാം. പോകാനോ? എല്ലാ സത്യങ്ങളും നിന്നോട് പറയാൻ വന്നതാ. നീ എന്നെ ആട്ടി ഓടിക്കാണല്ലേ? ഇനി നീയായിട്ട് എന്നെ അന്വേഷിച്ച് വരുന്നത് വരേക്കും ഞാൻ നിന്നോടൊന്നും പറയാൻ പോകുന്നില്ല. നീ ആരാണെന്ന്, നീ എന്തൊക്കെ മനസ്സിലാക്കണമെന്ന് ആയിരിക്കുന്ന അമ്മ എന്ന് നിശ്ചയിക്കുന്നുവോ അന്ന് നീ അറിഞ്ഞുകൊള്ളും. നന്ദിനെ സഹായിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തോണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അമ്മ എനിക്ക് മാപ്പ് തരണം. എടി ലീലേ, നീ എന്താ വായിച്ചോണ്ടിരിക്കുന്നത്? സഞ്ജയന്റെ ആത്മീയ വഴികൾ. ആത്മീയ പുസ്തകമായിരുന്നു. ഞാൻ ഇമ്മാരി പുസ്തകം ഒന്നും വായിച്ചാൽ ശരിയാവത്തില്ല പെണ്ണെ. നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, നീ വായിച്ചു പഠിച്ചോ. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കില്ലേ? ഞാനിതിൽ വായിച്ച കാര്യങ്ങൾ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നേ? കുടുംബത്തിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാര്യമായ അഭിവൃദ്ധി ഒന്നും ഉണ്ടാകാത്തതിനും കുടുംബത്തിന്റെ അത്താണിയായി നിലകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നതിനും പ്രധാന കാരണം കുലദൈവ വഴിപാടുകൾക്ക് മുടക്കം വരുത്തുന്നുകൊണ്ടാണെന്നാ പറയുന്നത്. ഈ കഥയൊന്നും നീ എന്നോട് പറയല്ലേ ലീല, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. കുലദൈവം എന്ന് പറയുന്നതേ അങ്ങനെ വെറുതെ ഉണ്ടായതൊന്നുമല്ല. നമ്മുടെ ഏതോ ഒരു തലമുറയില് നമ്മുടെ കുടുംബത്തിൽ തന്നെ ജനിച്ചുകൊണ്ട് കാലാകാലങ്ങളായി നമ്മുടെ എല്ലാം കാവലായി നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ശക്തിയാ. അതിരിക്കട്ടെ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാൻ പറ്റി? സഞ്ജയൻ സ്വാമികൾ ഇതിലെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ വായിച്ചു നോക്ക്. വേണ്ട വേണ്ട, നീ വായിച്ചതല്ലേ. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. എത്രയോ കാലമായിട്ട് ആ നന്ദിനി കാരണം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലേ. ഗംഗ ഗർഭിണിയായെങ്കിലും കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാതെ ഗർഭം അലസിപ്പോയില്ലേ. അതിനെല്ലാത്തിനുപരി നമ്മുടെ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്ന ഏട്ടൻ നമ്മൾ വിട്ടു പോയില്ലേ. ഈ കുടുംബത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കുലദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരാൻ ചേച്ചി. നോക്കു പെണ്ണെ, നമ്മുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങള് രാജശേഖരൻ ചെയ്ത തെറ്റ് കാരണം ഉണ്ടായേ. മനുഷ്യന്മാര് നേരാവണ്ണം ജീവിച്ച അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നേ. ആ വിശ്വാസം ഞാൻ മരിക്കുന്നവരെ എന്റെ ഉള്ളിൽ നിന്ന് മാറുമെന്ന് നീ കരുതണ്ട. എന്നാ അതുപോലെ തന്നെ നിന്റെ വിശ്വാസങ്ങളെ എതിർക്കാനും ഞാൻ തയ്യാറല്ല. നീ എന്നോട് പറഞ്ഞ കാര്യം അരുണിനോട് പറ. അവന് സമ്മതമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ട് വാ. അതല്ല, അരുണിനോട് ഞാൻ പറയുന്നതിനേക്കാളും ചേച്ചി പറഞ്ഞാൽ അവൻ അനുസരിക്കും. നമുക്കൊന്ന് പോയി പറയാൻ ചേച്ചി, വാ. ലീലേ, അരുണേ. എന്താ ആന്റി, എന്തോ പറയാനോട് തോന്നുന്നല്ലോ. ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കുലദൈവത്തിന് വഴിപാട് നടത്താത്തതുകൊണ്ടാന്നാ പറയുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ചങ്ങോട്ട് പോയി അമ്പലത്തിൽ തൊഴുതിട്ട് വന്നാ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നാ ലീല പറയുന്നത്. എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പോയിട്ട് വാ.
പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ പോവാത്ത അമ്പലങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈ കുലദൈവ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് അതായിട്ട് ഇനി ഒരു കുറവ് വേണ്ട. അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. വാ മോളെ. ഞങ്ങള് കുലദൈവ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു മോളെ. കൃത്യസമയത്താ നീ തൊഴുതിട്ട് വന്നത്. ഇതിലും നല്ലൊരു ശകുനം വേറെ ഉണ്ടോ മോളെ? നീ വേഗം അമ്പലത്തിലെ പൂജാരി ഒന്ന് വിളിച്ചു നോക്കാറുണ്ട്. ആ ശരി ആൻറ്റി. എപ്പോഴാ പോണ്ടേ? എന്താ അരുൺ, എന്താ പറഞ്ഞേ? ഇപ്പൊ അവിടെ ഭയങ്കര മഴയും കാറ്റുവാ. റോഡിലൊക്കെ മരം വീണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം നേരെയായിട്ട് വിളിക്കാം. അപ്പൊ വന്നാൽ മതി എന്നാ പറഞ്ഞ. നമ്മളങ്ങോട്ട് പോകാൻ തീരുമാനം എടുത്തപ്പോ തന്നെ എന്തെങ്ങനെയൊക്കെ നടക്കുന്നേ? നമ്മൾ കുലദൈവ ക്ഷേത്രത്തിലേക്ക് എത്താൻ ഇതുവരെ സമയമായിട്ടില്ലെന്ന് തോന്നുന്നേ. സർവപ്രപഞ്ചത്തിലുമുള്ള ഈശ്വരന്മാരാരും കേൾക്കാൻ പോകുന്നില്ല മോളെ. നീ ഇവിടെ നിൽക്കുകയാണല്ലേ? ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. നന്ദിനിയുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ലേ? പക്ഷെ അത്ര എളുപ്പത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല.
ഭാഗത്തേക്ക് വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാനിവിടെ തയ്യാറായി നിന്നത്. ഇന്ന് നീ ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കും ഞാൻ. പേര് പുരുഷോത്തമൻ എന്നാണെന്നും മായപ്പിറവി തന്ത്രം ഉപയോഗിച്ചാണ് നീ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മുമ്പിൽ നിന്റെ അഭ്യാസം കാണിക്കാതെ നീ ശരിയായ രൂപത്തിലേക്ക് വാ. യഥാർത്ഥ രൂപത്തിലേക്ക് വരാൻ. മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന പോലെ നിനക്ക് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. നിന്റെ സ്വരൂപം കാട്ടുകയെന്നല്ലാതെ നിനക്ക് വേറെ യാതൊരു വഴിയുമില്ല. നീ ആരാണെന്ന് മനസ്സിലാക്കാതെ നിന്നെ ഞാൻ വിടാനും പോകുന്നില്ല. മുന്നിൽ വരാതെ മറഞ്ഞു നിൽക്കുന്ന നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ, ഒരു ഭീരുവായതുകൊണ്ടാ. യോഗശാസ്ത്രങ്ങൾ അഭ്യസിച്ചവൻ ഒരു ഭീരുവായിരുന്നാൽ അത് യോഗശാസ്ത്രത്തിന് തന്നെ അപമാനമാണ്. യോഗശാസ്ത്രത്തിനു മേൽ നീ വെച്ചിരിക്കുന്ന ബഹുമാനം സത്യമാണെങ്കിൽ ഒരു ഭീരുവിനെ പോലെ മറിഞ്ഞിരിക്കാതെ മുന്നിലേക്ക് വാ. ഈ മായശക്തി വേരുകളെ ഉപയോഗിച്ച് എന്നെ ഇവിടെ ബന്ധിച്ചു നിർത്തിയിരിക്കുകയാണല്ലോ. ഇതിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുക? കാര്യങ്ങൾ നന്ദിനെ അറിയിക്കുകയല്ലാതെ വേറൊരു മാർഗവും ഇപ്പൊ എന്റെ മുന്നിലില്ല. ചെമ്പകസിദ്ധൻ നൽകിയ രുദ്രാക്ഷങ്ങൾ ഉപയോഗിച്ച് ഞാനിവിടെ ബന്ധനസ്ഥയാണെന്നുള്ളത് നന്ദിനെ അറിയിക്കാം. ഓം ശിവനേ.